ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു ക്ലാസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് കൺസ്ട്രക്ടർ എഴുതുന്നത്, ഒബ്ജക്ട്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ദെൻ ത്രൂ കൺസ്ട്രക്ടർ എങ്ങനെയാണ് വാല്യൂ പാസ് ചെയ്യുന്നത്, എന്താണ് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്താന്ന് പറഞ്ഞു, നെയിംഡ് കൺസ്ട്രക്ടർ പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് കോൺസ്റ്റ് കൺസ്ട്രക്ടർ ആണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് എൻകാപ്സുലേഷൻ ആണ്. എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത് ഹൈഡിങ് ഡാറ്റ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ഡോട്ട് ലൈബ്രറി, ഇതൊരു ഡോട്ട് ലൈബ്രറിയാണ്, ഇത് വേറൊരു ലൈബ്രറിയാണ്. ആൻഡ് ഈ ലൈബ്രറിക്കകത്ത് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ ഡാറ്റ പുറത്തു നിന്നുള്ള ആക്സസ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അതെങ്ങനെ ഡയറക്റ്റ് നമുക്ക് ഇതിനകത്തുള്ള മെമ്പർ വേരിയബിൾസിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്നത് ഈ എൻകാപ്സുലേഷൻ എന്നുള്ള ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഒരു സ്റ്റാൻഡ് അലോൺ ഡാർട്ട് ലൈബ്രറി എന്ന് പറയുന്നത് ഒരു ഡാർട്ട് ഫയലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒരു സ്റ്റാൻഡ് അലോൺ ഡാർട്ട് ലൈബ്രറി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഡാർട്ട് ലൈബ്രറിക്കകത്ത് ഫങ്ഷൻസ് ഉണ്ടാവാം, ക്ലാസ് ഉണ്ടാവാം. അങ്ങനെ നമുക്ക് ഇത് ഈ ഡാർട്ട് ലൈബ്രറി നമുക്ക് ഇവിടെ വേറൊരു പേജിൽ ഉപയോഗിക്കാൻ നമ്മളിത് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിലുള്ള ക്ലാസ്സുകളിലെ എൻകാപ്സുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഡാറ്റയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന എൻകാപ്സുലേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആണെങ്കിൽ നമുക്കിവിടെ ആക്സസ് മോഡിഫയേഴ്സ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ് എന്നുള്ള മോഡിഫയേഴ്സ് ഒക്കെ നമുക്ക് പല ലാംഗ്വേജിലും, ഇപ്പോൾ ജാവ ആണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് അത്തരം ആക്സസ് മോഡിഫയേഴ്സ് ഇല്ല. പക്ഷെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, നമുക്കൊരു പ്രൈവറ്റ് വേരിയബിളും പ്രൈവറ്റ് ഫംഗ്ഷനും ഒക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അത് നമ്മൾ ചെയ്യുന്നത് ഒരു വേരിയബിളിൻ്റെ മുന്നെയോ അതല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ മുന്നെയോ നമ്മൾ അണ്ടർസ്കോർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് പ്രോപ്പർട്ടി അതല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും, പ്രൈവറ്റ് മെത്തേഡാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഫംഗ്ഷൻ ആണെന്നാണ്. ഇനി നമുക്ക് ഇത്തരം പ്രൈവറ്റ് ഫങ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് പുറത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഫങ്ഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ക്ലാസ് എഴുതാം, എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ലെറ്റ് മീ ഡിഫൈൻ എ ക്ലാസ് കോൾഡ് എംപ്ലോയി എന്ന് പറഞ്ഞൊരു ക്ലാസ് ഡിഫൈൻ ചെയ്തു. ഇതിനകത്ത് എനിക്ക് എംപ്ലോയി ID ഉണ്ട്, ഓക്കെ, ആൻഡ് എംപ്ലോയിയുടെ പേരും ഉണ്ടെന്ന് വിചാരിക്കുക, സ്ട്രിങ് നെയിം. ഓക്കെ. നോർമലി കഴിഞ്ഞ ദിവസം നമ്മൾ ഇതാണ് ചെയ്തത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മളുടെ മെയിൻ ഫംഗ്ഷൻ അകത്ത് നിന്നുകൊണ്ട് മെയിൻ ഫംഗ്ഷൻ ദെൻ ഈ എംപ്ലോയി ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ആ ഡാറ്റ ലൈബ്രറി ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. എംപ്ലോയി EMP1 ഈക്വൽ ടു എംപ്ലോയി എന്ന് ഞാൻ എഴുതി. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, employee1.id നിങ്ങൾക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാം. ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ക്ലാസ്സിലെ മെമ്പറിനെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് ID is actually string അല്ല, ഇൻറ്റീജർ ആണ്. ദാറ്റ്സ് വൈ ദാറ്റ് എറർ. ആൻഡ് EMP1.name എന്ന് പറയുന്നത്, ആൻഡ് യു ക്യാൻ സെറ്റ് എ നെയിം ഹിയർ ലൈക്ക് ദിസ്. ഓക്കെ, ദിസ് ഇസ് പോസിബിൾ. പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ട് ഇതിനെ പ്രൈവറ്റ് ആക്കാമെന്ന്. ഇതിനെ പ്രൈവറ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇതിന് മുന്നേ എന്ത് ചെയ്യുക, വേരിയബിൾ നെയിമിൻ്റെ മുമ്പ് വന്നിട്ട് അണ്ടർസ്കോർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. നൗ ദിസ് ആർ പ്രൈവറ്റ് വേരിയബിൾസ്, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ക്ലാസ്സിനകത്തുള്ള ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ക്ലാസ്സിന് പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഈ ഡാറ്റയെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് ലൈക്ക് ദിസ്. ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്ന ഹൈഡിങ് ദ ഡാറ്റ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റിംഗ് ദ ഡാറ്റ ഇവിടെ എന്ത് ചെയ്യുന്നത്, അച്ചീവ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എന്ത് വേണ്ടി വരും, നമുക്ക് ഈ ഡാറ്റ എന്ത് ചെയ്യേണ്ടി വരും, പുറത്തുനിന്ന് ആക്സസ് ചെയ്യേണ്ടി വരും. അതായത് ദാറ്റ് മീൻസ് ഈ വാല്യൂ എനിക്ക് ഇവിടെ സെറ്റ് ചെയ്യുന്ന മാത്രമല്ല, എനിക്ക് എന്ത് ചെയ്യണം, എനിക്കിപ്പോൾ പ്രിന്റ് ചെയ്യണമെങ്കിലോ EMP1.id എനിക്ക് പ്രിന്റ് ചെയ്യണം. ആൻഡ് ഇത് പ്രൈവറ്റ് വേരിയബിൾ ആയതുകൊണ്ട് യു കനോട്ട് ആക്സസ് ദിസ് തിങ് ബിക്കോസ് ദാറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ്. അതെന്താണ്, അവിടെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാൻ കഴിയും, ഇതെങ്ങനെ നമുക്ക് ഡാറ്റ ഹൈഡ് ചെയ്യും വേണം, എന്നാൽ നമ്മൾ ആ ഡാറ്റയുടെ പുറത്തൊരു കൺട്രോൾ നമുക്ക് വേണം ആക്സസിൻ്റെ പുറത്ത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പുറത്തുനിന്ന് ഇതിനെ ആക്സസ് ചെയ്യാനും കഴിയണം. അപ്പോൾ അവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മളുടെ ഗെറ്റർ ആൻഡ് സെറ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഗെറ്ററും സെറ്ററും എന്ന് പറയുന്നത്
ദീസ് ആർ മെത്തേഡ്സ് ടു ആക്സസ് ആൻഡ് അപ്ഡേറ്റ് വാല്യൂ ഓഫ് എ പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതാം. ഗെറ്ററും സെറ്ററും നമ്മൾ ചെയ്യുന്നത്, നമുക്ക് എന്ത് വേണം, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അതിൽ വാല്യൂ ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് എഴുതാം? യു ക്യാൻ യൂസ് ഗെറ്റർ. അതിലെ വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടി യു ക്യാൻ യൂസ് സംതിങ് കോൾഡ് സെറ്റർ. ആൻഡ് ദീസ് ആർ മെത്തേഡ്സ്. ഓക്കെ, എവിടെ നമ്മൾ എഴുതുക? നമ്മൾ ആ ക്ലാസ്സിനകത്തായിരിക്കും എന്ത് ചെയ്യുന്നത്? വി ആർ ആക്ച്വലി ഗോയിങ് ടു റൈറ്റ് ദിസ് ഗെറ്റർ ആൻഡ് മെത്തേഡ്, ഗെറ്റർ ആൻഡ് സെറ്റർ മെത്തേഡ്. അപ്പോൾ ഞാൻ ഇനീഷ്യലി ഗെറ്റർ എന്നുള്ള ഇതാണ് നമ്മളുടെ ആ കൺസെപ്റ്റ്, ഇതാണ്. പക്ഷെ അപ്പോൾ നമ്മൾ പറഞ്ഞത് നമുക്ക് മെത്തേഡ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഞാനത് എങ്ങനെ എഴുതും? ഇവിടെ വന്നിട്ട് എന്തായിരിക്കും എഴുതുക? അപ്പോൾ നമുക്ക് എന്ത് വേണം? ഐ നീഡ് ടു സെറ്റ് ദ വാല്യൂ. വാല്യൂ എന്ത് ചെയ്യണം? പുറത്തുനിന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഞാനിവിടെ ഒരു വോയിഡ് സെറ്റ് ഐ ഡി സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മെത്തേഡ് എഴുതി. അതിനൊരു പാരാമീറ്റർ ഉണ്ട്. എന്തായിരിക്കും? നമ്മൾ അവിടുന്ന് ഇൻറ്റ് ഐ ഡി പാസ് ചെയ്യും ഈ മെത്തേഡിനെ കോൾ ചെയ്തിട്ട്. എന്നിട്ട് ആ ഐ ഡി എന്ത് ചെയ്യണം? നമ്മളുടെ ഇവിടെയുള്ള ഈ പ്രൈവറ്റ് വേരിയബിളിലേക്ക് ദിസ് ഡോട്ട് ഐ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടുന്ന് നമ്മൾ പാസ് ചെയ്യുന്ന ഐ ഡി ആയിരിക്കും. ഓക്കെ, ഇതേപോലെ നമുക്ക് എന്ത് വേണം? നമുക്ക് സെറ്റ് നെയിം വേണം. അപ്പോൾ ഞാനൊരു നെയിം എന്ന് പറയുന്ന വേരിയബിൾ എന്ത് ചെയ്തു? അല്ല, ഒരു ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തു. അതിൽ ടൈപ്പ് ഒരു പാരാമീറ്റർ ഉണ്ട്. അതിൻ്റെ ടൈപ്പ് എന്താണ്? സ്ട്രിങ് ആണ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു? ദിസ് ഡോട്ട് അണ്ടർസ്കോർ നെയിം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് ആക്ച്വലി നെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഇതേപോലെ ഗെറ്റ് ചെയ്യണമെങ്കിലോ? എനിക്ക് ഗെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായിരിക്കും? ഇൻറ്റ് ഗെറ്റ് ഐ ഡി എന്ന് പറഞ്ഞൊരു മെത്തേഡിനെ കോൾ ചെയ്തു. അതിന് പാരാമീറ്റർ ഒന്നുമില്ല. ഇതിനെ കോൾ ചെയ്താൽ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത് എന്തായിരിക്കും? നമുക്ക് ഇവിടെയുള്ള ഐ ഡി എന്താണോ അത് റിട്ടേൺ ചെയ്ത് കിട്ടണം. അണ്ടർസ്കോർ ഐ ഡി ആൻഡ് പുട്ട് ആൻ എക്സ്ക്ലമേറ്ററി മാർക്ക് ബിക്കോസ് അത് നള്ളബിൾ ആണ്. ഇൻറ്റ് ഗെറ്റ് നെയിം, ഇതിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? വി നീഡ് ടു ഗെറ്റ് ദ നെയിം. ഇറ്റ്സ് നോട്ട് ഇൻറ്റ്, ഇറ്റ്സ് ആക്ച്വലി സ്ട്രിങ്. ബിക്കോസ് നെയിം നമ്മൾ സ്ട്രിങ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? റിട്ടേൺ ദാറ്റ് അണ്ടർസ്കോർ ദിസ് ഡോട്ട് അണ്ടർസ്കോർ ദിസ് വേണ്ട അണ്ടർസ്കോർ നെയിം. ഓക്കെ, പുട്ട് ആൻ എക്സ്ക്ലമേറ്ററി മാർക്ക് സെമി കോളൻ. ഓക്കെ, നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ഒരു രണ്ട് ഗെറ്റർ മെത്തേഡ് എഴുതി, രണ്ട് സെറ്റർ മെത്തേഡ് എഴുതി. നൗ യു ക്യാൻ കം ഹിയർ. ഇവിടെ വന്നിട്ട് നമ്മൾ ആരെ കോൾ ചെയ്യണം? നമ്മൾ ഇതിനെ എങ്ങനെ സെറ്റ് ചെയ്യും? അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ വന്നിട്ട് emp1 ഡോട്ട് സെറ്റ് ഐ ഡി കൊടുത്തു. ഇവിടെ ഞാൻ 1 എന്ന് സെറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഇവിടെ എന്ത് ചെയ്യണം? നെയിം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പാസ് സെറ്റ് നെയിം ആൻഡ് നെയിമിനകത്തേക്ക് നമ്മൾ സ്ട്രിങ് പാരാമീറ്റർ, നമുക്കതിന് ഒരു പൊസിഷണൽ ആർഗ്യുമെന്റ് ഉണ്ട് ആ ഫംഗ്ഷന്. അത് സ്ട്രിങ് ടൈപ്പിലുള്ള ഒരു പാരാമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ യൂസ് ദ ഗെറ്റ് ഐ ഡി. ഇവിടെ വന്നിട്ട് ഗെറ്റ് ഐ ഡിയെ കോൾ ചെയ്തു. അത് കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐ ഡി റിട്ടേൺ ചെയ്ത് തരും. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഗെറ്റ് നെയിമിനെയും കോൾ ചെയ്യാം. ഇത് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ലെറ്റ് മീ റൺ ദിസ്. റൺ ചെയ്യണമെങ്കിൽ നമ്മളുടെ പ്രൊജക്റ്റിൽ വന്നിട്ട് എവിടെ വരണം? ഇവിടെ ഞാൻ ടെർമിനൽ ഓപ്പൺ ചെയ്തു, ന്യൂ ടെർമിനൽ. നൗ യു ക്യാൻ സീ ദ ടെർമിനൽ ഹിയർ. ലെറ്റ് മീ ക്ലോസ് ദിസ്. ഓക്കെ, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളുടെ ഫോൾഡറിൻ്റെ പേര് ഇത് തന്നെയാണ്. ദെൻ യു ക്യാൻ കോൾ യുവർ ഡോട്ട് കമ്പൈലർ, ദെൻ മെയിൻ ഡോട്ട്. നൗ യു ക്യാൻ സീ ദ വാല്യൂ 1. ഐ ഡി 1 ആണ്. പേരെന്താണ്? നമ്മൾ സെറ്റ് ചെയ്ത പേരും അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ മെത്തേഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദ ഗെറ്റർ മെത്തേഡ്സ് എന്നും വേറൊന്ന് സെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വാല്യൂ സെറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് തിരിച്ചൊന്നും തരുന്നില്ല. ദാറ്റ് മീൻസ് സെറ്റർ മെത്തേഡിന് റിട്ടേൺ ടൈപ്പ് എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. ഗെറ്റർ മെത്തേഡിന് നമ്മൾ ഇങ്ങോട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ടൈപ്പ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അത് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഗെറ്റർ മെത്തേഡിന്റെ റിട്ടേൺ ടൈപ്പ് എപ്പോഴും എന്തായിരിക്കും? അതത് ടൈപ്പ്. ഇതിൽ നിന്നും എന്താണോ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ ഐ ഡി ആയതുകൊണ്ട് അതിന്റെ ടൈപ്പ് എന്താണ്? ഇൻറ്റീജർ ആണ്. ഇവിടെ സ്ട്രിങ് ആയതുകൊണ്ട് അതിന്റെ ടൈപ്പ് എന്താണ്? നൗ ഒരു നെയിമാണ് റിട്ടേൺ ചെയ്യുന്നത്, അതിന്റെ ടൈപ്പ് എന്താണ്? സ്ട്രിങ് ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗെറ്റർ എന്ന് പറയുന്നതും സെറ്റർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാല്യൂ ഗെറ്റ് ചെയ്യുകയും സെറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, ഇങ്ങനെയാണ് നമുക്ക് ഒരുപാട് വാല്യൂസ് ഉണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഗെറ്റ് ചെയ്യാനും സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഗെറ്ററും സെറ്ററൊക്കെ എഴുതാം. പക്ഷേ നമുക്ക് സ്പെസിഫിക്കലി ഇവിടെ എന്തുണ്ട്? ഗെറ്റർ കീവേഡ്സും അല്ലെങ്കിൽ നമുക്ക് ഗെറ്റ് എന്നുള്ള കീവേഡും സെറ്റ് എന്നുള്ള കീവേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ഒന്നുകൂടി ഈസി ആയിട്ട് എഴുതാം ഈ പറയുന്ന കാര്യം. അപ്പോൾ അതെങ്ങനെ ചെയ്യും നോക്കാം. ഇപ്പോൾ ഇതേ എക്സാമ്പിൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ
ഈ കാര്യത്തെ ഞാനൊന്ന് കമൻറ്റ് ചെയ്തിടുന്നുണ്ട്. നമുക്ക് എല്ലാം കൂടി ചിലപ്പോൾ ഇവിടെ പോസിബിൾ ആയിരിക്കില്ല. ഞാനിവിടെ കമൻറ്റ് ചെയ്തിട്ടു. ആൻഡ് ഐ നീഡ് എ ഗെറ്റ് എ മെത്തേഡ് ഫോർ ഗെറ്റിംഗ് ദ ഐ ഡി ആൻഡ് നെയിം ആൻഡ് ഐ നീഡ് എ സെറ്റ് എ മെത്തേഡ് ഫോർ സെറ്റിംഗ് ദ നെയിം ആൻഡ് ഐ ഡി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയായിരിക്കും ഇത് ചെയ്യുക? അപ്പോൾ നമ്മൾ ഗെറ്റ് മെത്തേഡ് നമ്മൾ പറഞ്ഞു എപ്പോഴും റിട്ടേൺ ടൈപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻഡ് എന്ന് എഴുതി, ദെൻ യു ക്യാൻ ഹാവ് ഗെറ്റ്. എന്താണ് ഗെറ്റ് ചെയ്യേണ്ടത്? ഗെറ്റ് ചെയ്യേണ്ടത് നമ്മളൊരു പേര് കൊടുത്തു, ദാറ്റ് ഈസ് ഐ ഡി. ഇത് കോൾ ചെയ്ത് ഈ ഗെറ്ററിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടേണ്ടത് എന്താണ്? ആൻഡ് യു നീഡ് യുവർ അണ്ടർസ്കോർ ഐ ഡി. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്ട്രിങ് ആയിട്ട് എന്ത് ചെയ്യണം? നെയിം ഗെറ്റ് ചെയ്യണം. ഗെറ്റ് നെയിം, you can use this arrow function, then that should be underscore name. Okay, and put an exclamatory mark here. ഇതേപോലെ സെറ്റ് ചെയ്യണമെങ്കിലോ, സെറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? റിട്ടേൺ ടൈപ്പ് ഉണ്ടായിരിക്കില്ല, വോയിഡ്. നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യുമ്പോൾ അതിന് റിട്ടേൺ ടൈപ്പ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിലേക്കൊരു വാല്യൂ സെറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യും? അത് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് അതിന് എന്തില്ല? റിട്ടേൺ ടൈപ്പ് ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ എന്തായിരിക്കും നമ്മളിവിടെ എഴുതുക? ഇവിടെ എഴുതേണ്ടത് void, you can have set id and int id. Okay, and this should be this dot id equal to id എന്ന് ഞാൻ എഴുതി. ഓക്കെ, ആൻഡ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു വാല്യൂ എന്ത് ചെയ്യുന്നത്? സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഹാപ്പൻ ചെയ്യുക? നമ്മൾ എന്തുപയോഗിച്ചു? സെറ്റ് എന്ന് പറയുന്ന കീവേഡാണ് ഉപയോഗിച്ചത്. എന്നിട്ട് നമ്മളൊരു വാല്യൂ എന്ത് ചെയ്തു? സെറ്റ് ചെയ്തു. ഓക്കെ, ആൻഡ് ഇത് ഇങ്ങനെ എഴുതാം കേട്ടോ. ഇതിപ്പോൾ സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതാം. ആരോ നൊട്ടേഷൻ ഉപയോഗിച്ചിട്ട് എഴുതാം. അതെങ്ങനെ എഴുതാം? ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം? ലൈക്ക് ദിസ്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? void set name, and that is string name. ഇത് നമുക്ക് എങ്ങോട്ടാ സെറ്റ് ചെയ്യേണ്ടത്? അണ്ടർസ്കോർ ദിസ് ഡോട്ട് നെയിമിലേക്ക് എന്ത് ചെയ്യണം? ഈക്വൽ ടു നെയിം. ഓക്കെ, നോട്ട് ദിസ് അണ്ടർസ്കോർ, ഇവിടെയാണ് അണ്ടർസ്കോർ വേണ്ടത്. ഓക്കെ, ആൻഡ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ചെക്ക് ചെയ്യണം. ഓക്കെ, സ്ട്രിങ് നെയിം. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ എഴുതിയ അതേ കാര്യം തന്നെയാണ്, പക്ഷെ ഒന്നുകൂടി ഇവിടെ നമ്മൾ ഉപയോഗിച്ച കീവേഡ് സെറ്റ് എന്നും ഇതെന്താണ് ഗെറ്റ് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചു. ഇനി ഇവിടെ വന്നാൽ എറർ ഉണ്ടായിരിക്കും. എങ്ങനെ ഇവിടെ ഉപയോഗിക്കും? ഇപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? emp1.setId എന്ന് പറയുന്നതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ നോക്കണേ, അതിൻ്റെ പേര് സെറ്റിൻ്റെ പേര് ഐ ഡി എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? emp.id എന്ന് എഴുതി, അതിന് emp. നെയിം എന്ന് എഴുതി, NAME, ആൻഡ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ വാല്യൂ സെറ്റ് ചെയ്തു. ഇനി ഇത് ഗെറ്റ് ചെയ്യണമെങ്കിലോ ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം? ഐ എം ഗോയിങ് ടു കോൾ ദ ഐ ഡി അഗെയിൻ ഫോർ ഗെറ്റിംഗ്. നോ നീഡ് ഓഫ് ദിസ് ഫംഗ്ഷൻ നൊട്ടേഷൻ വേണ്ട, ആൻഡ് ദിസ് ഷുഡ് ബി നെയിം. ഓക്കെ, ആൻഡ് ഇപ്പോൾ നമ്മൾ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തു. നേരത്തെ നമ്മൾ പാരാമീറ്റർ ആയിട്ടൊക്കെ പാസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നോർമലി നമ്മളൊരു നമ്മൾ എന്ത് ചെയ്യാണ്? സാധാരണ നമ്മളൊരു പ്രോപ്പർട്ടിയിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തു? യു ക്യാൻ അസൈൻ എ വാല്യൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗെറ്ററും സെറ്ററും എഴുതാം. ഇവിടെ ഇത് ഡോണ്ട് കൺഫ്യൂസ് ദിസ് തിങ്. ഇത് ഐ ഡി എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടി അല്ല, ഈ ഒരു പ്രോപ്പർട്ടി അല്ലത്. ഇതൊരു സെറ്ററാണ്. ഇവിടെ കൊണ്ടുപോയി മൗസ് വെച്ചാൽ കാണിച്ചു തരുന്നത് ദാറ്റ് ഈസ് സെറ്റ്. ഇതെന്ന് പറയുന്നത് ഐ ഡി ഡയറക്റ്റ് നമ്മൾ ആക്സസ് ചെയ്തല്ല. ദർ ഈസ് എ ഗെറ്റർ മെത്തേഡ്. ത്രൂ ദറ്റ് ഗെറ്റർ മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ഇത് ആക്സസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യമൊക്കെ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ ചെയ്യണം. ഐ ഡി എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം എന്നൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരം ലോജിക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ എഴുതുന്ന സ്ഥലത്ത്, അതായത് ഡാറ്റയുടെ പുറത്ത് നിങ്ങൾക്ക് ഈ ആക്സസിന് പുറത്ത് അഡീഷണൽ കൺട്രോൾസ് ഒക്കെ എവിടെ കൊണ്ടുവരാൻ പറ്റും? ഈ ഡാറ്റ വാലിഡേഷൻ അങ്ങനത്തെ കാര്യമൊക്കെ നിങ്ങൾക്ക് എവിടെ കൊണ്ടുവരാം? ഈ സെറ്റർ മെത്തേഡിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഇംപ്ലിമെൻറ്റ്. അപ്പോൾ അത്തരം കേസിലൊക്കെ എന്തായിരിക്കും? നമുക്ക് ഇത് യൂസ്ഫുൾ ആണ്, ഈ എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡാട്ടിൽ നമ്മൾ പ്രൈവറ്റ് വേരിയബിൾസ് ഉണ്ടാക്കുന്നത് എങ്ങനെയായിരിക്കും? ഒരു വേരിയബിളിന് മുന്നിൽ നമുക്കൊരു അണ്ടർസ്കോർ എഴുതി കഴിഞ്ഞാൽ അതെന്തായിരിക്കും? പ്രൈവറ്റ് വേരിയബിൾ ആയിരിക്കും.
അത്തരം പ്രൈവറ്റ് വേരിയബിളിനെ ആ ക്ലാസ്സിൻ്റെ പുറത്ത് നിന്നോട് ആക്സസ് ചെയ്യാൻ നമുക്ക് പോസിബിൾ ആയിരിക്കില്ല, ഡയറക്റ്റ് ആക്സസ് പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഗെറ്റർ മെത്തേഡും സെറ്റർ മെത്തേഡും ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, വി ആർ ഗോയിങ് ടു ആക്സസ് ദീസ് പ്രൊട്ടക്റ്റഡ് വേരിയബിൾസ്. ഓക്കെ, ആൻഡ് ഇതാണ് എന്ത് നമ്മളുടെ ഗെറ്റർ ആൻഡ് സെറ്റർ എന്നുള്ള കൺസെപ്റ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇൻഹെറിറ്റൻസിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്, ഡോട്ട് ഏതൊക്കെ തരത്തിലുള്ള ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻഹെറിറ്റൻസ് ഈസ് ആക്ച്വലി നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഈസ് ആക്ച്വലി ഷെയറിങ് ദ ബിഹേവിയർ ബിറ്റ്വീൻ ടു ക്ലാസ്സസ്. രണ്ട് ക്ലാസ്സുകളുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് ചില ബിഹേവിയേഴ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് എന്ത് ചെയ്യും, ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അതിനകത്ത് നിന്ന് തന്നെ ഡിറൈവ് ചെയ്ത് വേറൊരു ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ എല്ലാ മെത്തേഡ്സും പ്രോപ്പർട്ടീസും ഉള്ള വേറൊരു സബ് ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇൻഹെറിറ്റൻസ് ഉള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻഹെറിറ്റൻസ് ഡാട്ടിൽ ഞാൻ ഇതൊന്ന് നമ്മളുടെ ഈ പഴയ കോഡൊന്ന് കളയുന്നുണ്ട്. ഡാട്ടിൽ ഇൻഹെറിറ്റൻസ് അച്ചീവ് ചെയ്യുന്നത് എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാനൊന്ന് പറഞ്ഞിരുന്നു, എല്ലാ ക്ലാസ്സുകളും ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് വന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ എക്സ്റ്റെൻസ് ക്ലാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഇൻഹെറിറ്റൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻഹെറിറ്റൻസ് ഉപയോഗിക്കുമ്പോൾ ഒരു ഈസി റിലേഷനാണ് ഈ രണ്ട് ക്ലാസ്സിൽ നിന്നും ഉണ്ടാവുന്നത്. അതായത് ഈ ക്ലാസ്സുകളുടെ ഇടയ്ക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, അനിമൽ ഈസ് അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ എഴുതാം, ഡോഗ് എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്, ദെൻ ഈസ് അനിമൽ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പ്രോഗ്രാമാറ്റിക്കലി എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും, ക്ലാസ് യു ഹാവ് ആൻ അനിമൽ ക്ലാസ് ലൈക്ക് ദിസ്. ദെൻ നമ്മൾ ഇതിൽ നിന്നും വേറൊരു ക്ലാസ് ഉണ്ടാക്കുകയാണ്, ഡോഗ് എന്ന് പറയുന്ന ക്ലാസ്, ദാറ്റ് എക്സ്റ്റെൻസ് അനിമൽ. ഇതാണ് എന്ത്, ഇത് ഡോഗ് ഈസ് എ അനിമൽ. ഈ ഒരു ഈസ് എ റിലേഷൻഷിപ്പ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ പാരന്റ് ക്ലാസിൻ്റെയും. ദിസ് തിങ് ഈസ് കോൾഡ് എ പാരന്റ് ക്ലാസ് ആൻഡ് ദിസ് ഈസ് കോൾഡ് എ ചൈൽഡ് ക്ലാസ് ഓർ ദിസ് ഈസ് എ സൂപ്പർ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എക്സ്റ്റെൻസ് കീവേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് ഇപ്പോൾ ഞാൻ എഴുതിയതാണ്. നിങ്ങൾക്ക് ഒരു ക്ലാസ് ഇവിടെ ഉണ്ട്, ദെൻ വേറൊരു ക്ലാസ് ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദ എക്സ്റ്റെൻസ് കീവേഡ്. അപ്പോൾ ഇവിടെ പാരന്റ് ക്ലാസ് എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സൂപ്പർ ക്ലാസ് എന്ന് പറയുന്നത്. ചൈൽഡ് ക്ലാസ്സിനെ നമ്മൾ സബ് ക്ലാസ് എന്നും പറയും. ഓക്കെ, ചൈൽഡ് ക്ലാസ്സിനെ നമ്മൾ സബ് ക്ലാസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ചൈൽഡ് ക്ലാസ് എന്ന് പറയുന്നത് ഏത് ക്ലാസ് ആണോ ഇൻഹെറിറ്റ് ചെയ്ത്, ഏത് ക്ലാസ്സിൽ നിന്നുമാണ് ഇൻഹെറിറ്റ് ചെയ്ത് വന്നത്, ഈ ക്ലാസ് ആണ് എന്ത് പാരന്റ് ക്ലാസ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ചൈൽഡ് ക്ലാസ്. ഈ പാരന്റ് ക്ലാസ്സിന് എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ടോ ആ പ്രോപ്പർട്ടി ഒക്കെ ആർക്ക് കിട്ടും, ആർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും, ഈ ചൈൽഡ് ക്ലാസ്സിന് കിട്ടിയിട്ടുണ്ടായിരിക്കും. ദെൻ ഇൻഹെറിറ്റൻസിന്റെ എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഞാൻ എഴുതിയത്, സിമ്പിളായിട്ട് ഇവിടെ എക്സാമ്പിൾ എഴുതിയത്. ഓക്കെ, ഇനി എന്തായിരിക്കും ഇൻഹെറിറ്റൻസിന്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് റീയൂസബിലിറ്റി നമുക്ക് എന്ത് ചെയ്യും, ഇത് ഒബ്വിയസ്ലി റിഡൻഡൻസി ഒഴിവാക്കും, കോഡ് റീയൂസബിലിറ്റി അച്ചീവ് ചെയ്യാൻ കഴിയും. ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഒരു ബെറ്റർ വേയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും, സിംപ്ലർ ആക്കും, ക്ലീനർ ആക്കും. അങ്ങനത്തെ കുറേ ഫങ്ഷണാലിറ്റികളാണ് എന്തിനുള്ളത്, ഇൻഹെറിറ്റൻസിനുള്ളത്. അപ്പോൾ ഡാർട്ടിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഡാർട്ട് സപ്പോർട്ട് ചെയ്യും, ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പോൾ ഡാർട്ട് എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യും. അതിലൊന്ന് സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ്. അതായത് ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്ലാസ് വേറൊരു ക്ലാസ്സിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്ത് വന്നതാണ്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്, ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. പിന്നൊന്ന് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആണ്. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിന് വേറൊരു ക്ലാസ്സിൽ നിന്നും ഡിറൈവ് ചെയ്താവാം, അതിൻ്റെ സൂപ്പർ ക്ലാസ് അത് വേറൊരു ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്താവാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ എഴുതുക, ഇപ്പം ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ക്ലാസ് ഡോഗ് എക്സ്റ്റെൻസ് അനിമൽ എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ ക്ലാസ് വേറൊരു ക്ലാസ് എഴുതുകയാണ്, ജർമ്മൻ ഷെപ്പേർഡ് എക്സ്റ്റെൻസ് ഡോഗ് എന്ന് എഴുതി. ഓക്കെ,
ഇതാണ് എന്ത് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. ഈ ക്ലാസിന്റെ പാരന്റ് ഇതാണ്, ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, വേറൊരു ക്ലാസ്സിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് വന്നതാണ്. അപ്പൊ ഇത്തരം ഇൻഹെറിറ്റൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ഉണ്ട്. ഇവിടെ എന്തായിരിക്കും ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ക്ലാസ് മൾട്ടിപ്പിൾ സബ് ക്ലാസ്സിൽ നിന്നും, അല്ലെങ്കിൽ ഒരു പാരന്റ് ക്ലാസ്സിന് മൾട്ടിപ്പിൾ സബ് ക്ലാസ് കാണാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതാം. അതാണ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഹൈറാർക്കിക്കൽ, ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഇവിടെ എന്തുണ്ടായിരിക്കും, ക്ലാസ് കാർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട് ഇങ്ങനെ. ഓക്കെ, ദെൻ ഈ കാർ ക്ലാസ് ഇവിടെ വേറൊരു ക്ലാസ് ഉണ്ട്, ക്ലാസ് ടെസ്ല എക്സ്റ്റെൻസ് ഫ്രം കാറിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് വന്നതാണ്. ഓക്കെ, ഇതേപോലെ തന്നെ ക്ലാസ് ഒരു ടയോട്ട ഉണ്ട്, ടയോട്ട എക്സ്റ്റെൻസ് കാറിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് വന്നതാണ്. ഇവിടെ നോക്കുക, അതായത് ഈ പാരന്റ് ക്ലാസ്സിന് 2 സബ് ക്ലാസ് ഉണ്ട്. അത്തരം ഇൻഹെറിറ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ ഒന്നുള്ളത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. എന്ന് വെച്ചാൽ ഒരു ക്ലാസ് തന്നെ മൾട്ടിപ്പിൾ ക്ലാസ്സിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്ത് വരാം. ഓക്കെ, അത്തരം ഇൻഹെറിറ്റൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഡാർട്ട് എന്ത് ചെയ്യില്ല, ഡാർട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ത് ചെയ്യില്ല, സപ്പോർട്ട് ചെയ്യില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ എഴുതാൻ പറ്റില്ല, ഇവിടെ കോമ ഇട്ടിട്ടോ ഇവിടെ കോമ ഇട്ടിട്ട് വേറൊരു ക്ലാസ്സിന്റെ പേര് എഴുതാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ നോർമലി അതർ ലാംഗ്വേജസ് ചിലപ്പോൾ നമ്മൾ ഇത്തരം കോമൊക്കെ ഇട്ട് മൾട്ടിപ്പിൾ ക്ലാസ് എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോർമലി ഡാർട്ട് എന്ത് ചെയ്യില്ല, ഇറ്റ് വോണ്ട് സപ്പോർട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പോൾ ഇൻഹെറിറ്റൻസ് എന്താണെന്നൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായെന്ന് വിചാരിക്കുന്നു. ഇൻഹെറിറ്റൻസിന്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, സിംഗിൾ ഇൻഹെറിറ്റൻസ് ഉണ്ട്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ഉണ്ട്. അതായത് ഒരു ക്ലാസ് വേറൊരു ക്ലാസ്സിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് വന്നതാണ്. ആ ക്ലാസ് അതിന്റെ പാരന്റ് ക്ലാസ്, അതായത് ഇപ്പോൾ എ എന്നൊരു ക്ലാസ് ഉണ്ട്, ദാറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ഫ്രം ബി ക്ലാസ്, ദാറ്റ് ബി ക്ലാസ് ഈസ് എക്സ്റ്റെൻഡഡ് ഫ്രം സം അതർ ക്ലാസ്. അത്തരം ഇൻഹെറിറ്റൻസിനെയാണ് എന്ത്, മൾട്ടി ലെവൽ എന്ന് വിളിക്കുന്നത്. ഹൈറാർക്കി മീൻസ് നിങ്ങൾക്ക് ഒരു ക്ലാസ്സിന് മൾട്ടിപ്പിൾ സബ് ക്ലാസ്സസ് ആവും, അതിനാണ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഡാർട്ട് വോണ്ട് സപ്പോർട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ആദ്യത്തെ ഇൻഹെറിറ്റൻസ്, സിംഗിൾ ഇൻഹെറിറ്റൻസ് നോക്കാം. സിംഗിൾ ഇൻഹെറിറ്റൻസ് ഇറ്റ്സ് പേര് പോലെ തന്നെ ഇറ്റ്സ് സിമ്പിൾ. നമുക്കൊരു ക്ലാസ് ഉണ്ട്, ഒരു ക്ലാസ്, ഐ ഹാവ് എ ക്ലാസ് കോൾ കാർ, ആൻഡ് ക്ലാസ്സിന് ഈ ക്ലാസ്സിന് സ്ട്രിങ് നെയിം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ദെൻ യു ഹാവ് സംതിങ് കോൾ കളർ എന്ന് വിചാരിക്കുക. ഇനി നമുക്ക് വേറൊരു ക്ലാസ് ഉണ്ട്, ആൻഡ് ദാറ്റ് ക്ലാസ് ഈസ് ആക്ച്വലി സം കാർ. ഓക്കെ, ഞാനൊരു കാറിൻ്റെ പേര് എഴുതി, and that extends, keyword അറിയാലോ, extends from your car class. Okay, now it has a method void display എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, ദെൻ ഇവിടെ എനിക്ക് എന്ത് ചെയ്യണം, കാറിന്റെ പേരും കളറും എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, പ്രിന്റ് കാർ ഈസ് ഡോളർ, no it's dollar, car is dollar this dot, or simply dollar name. Okay, then print color is dollar color എന്ന് കൊടുത്തു. Okay, now how can you create the object of this class? You can obviously create object of the car class. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, കാർ ക്ലാസിന്റെ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ക്രിയേറ്റ്. അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാർ C1 ഈക്വൽ ടു കാർ എന്ന് വേണ്ട ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ. ആൻഡ് C2 എന്ന് C2 ഡോട്ട് നെയിം എന്ന് പറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ സെറ്റ് എ നെയിം ലൈക്ക് ദിസ്. I can set a name like this. Okay, then C2 dot color എന്ന് പറയുന്നത് equal to, that is actually I can have a color like this. Okay, this is possible. And you can also create ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ടെസ്ല എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. T1 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ടെസ്ല T1 ഈക്വൽ ടു ടെസ്ല എന്ന് എഴുതി. ഓക്കെ, ഇനി സത്യത്തിൽ നമ്മൾ ഇതിന്റെ പേരും കളറും ഒക്കെ ഡിഫൈൻ ചെയ്തത് അതിന്റെ പാരന്റ് ക്ലാസ്സിലാണ്.
പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ് ഇതിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് വന്നതായതുകൊണ്ട് ഇതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ആർക്കും ആക്സസിബിൾ ആണ്, ഇയാൾക്കും ആക്സസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേ കാര്യം എന്ത് ചെയ്യാം, ഇവിടെ C2 പകരം യു ക്യാൻ ഹാവ് ദ T1 ഈ ഡോട്ട് നെയിം സെറ്റ് ചെയ്യാം. ദെൻ T1 ഡോട്ട് കളറും സെറ്റ് ചെയ്യാം. ഒബ്വിയസ്ലി യു ക്യാൻ കോൾ T1 ഡോട്ട് ഡിസ്പ്ലേ കോൾ ചെയ്തു. ഓക്കെ, ഞാനിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്കിവിടെ യു വിൽ ഗെറ്റ് കാർ ഈസ് ടെസ്ല മോഡൽ 3 കളർ ഈസ് റെഡ് എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അതായത് നമ്മൾക്ക് സത്യത്തിൽ ഈ നെയിം പ്രോപ്പർട്ടിയും കളർ പ്രോപ്പർട്ടിയും ഏത് ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തതല്ല, ഈ സബ് ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തതല്ല. ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം യുവർ സൂപ്പർ ക്ലാസ്സിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്ത് വന്നതാണ് എന്ത്, ഈ നെയിം എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും. ആകെ ഉള്ളത് എന്തായിരിക്കും, നമ്മളുടെ സബ് ക്ലാസ്സിനകത്തുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു മെത്തേഡ് മാത്രമാണ്. ഓക്കെ, ഇതാണ് എന്ത് സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇതേപോലെ നമുക്ക് എന്തുണ്ട്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ഉണ്ട്. അതെന്താണെന്നും കൂടെ നോക്കാം. ഓക്കെ, നൗ നെക്സ്റ്റ് ഈസ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആണ്. ഓക്കെ, ഇവിടെ മൾട്ടി ലെവൽ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ലെവൽ ഉണ്ടാക്കി. ഇപ്പൊ നമ്മൾ ഈ എഴുതിയ കാര്യം തന്നെ, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ അൺകമന്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ എഴുതിയ അതേ കാര്യത്തിൽ ഇതേപോലെ ഞാൻ എന്ത് ചെയ്തു, അൺകമന്റ് ചെയ്തു. അതായത് നമ്മളുടെ കാർ ക്ലാസ് നമുക്കുണ്ട്, ദെൻ ഒരു സബ് ക്ലാസ് ഉണ്ട് അതിന് താഴെ. ദെൻ ഐ ക്യാൻ ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഇതിന്റെ താഴെ ഞാൻ എന്ത് ചെയ്യാണ്, ഐ ക്യാൻ ക്രിയേറ്റ് അനദർ ക്ലാസ്. ഇവിടെ വന്നിട്ട് ഞാൻ വേറൊരു ക്ലാസ് എഴുതുകയാണ്. ദാറ്റ് മീൻസ് ഇവിടെ ഞാനൊരു ക്ലാസ് എഴുതി, ക്ലാസ് മോഡൽ 3 എക്സ്റ്റെൻസ് ടെസ്ല എന്ന് എഴുതി. ഓക്കെ, ആൻഡ് ഇവിടെ ഈ മോഡൽ 3 ക്ലാസ്സിനകത്ത് യു ക്യാൻ ഹാവ് സ്ട്രിങ് കളർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു. ദെൻ കളർ വേണ്ട, പ്രൈസ് ആയിട്ടുണ്ട്. കളർ ഓൾറെഡി മേലുണ്ടല്ലോ, പ്രൈസ് ആണ്. ദെൻ അതിൻ്റെ താഴെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ആൻഡ് ഇതിൽ ഐ ക്യാൻ ഹാവ് വോയിഡ് കാർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഞാനൊരു മെത്തേഡ് എഴുതി. ആൻഡ് ഇവിടെ ഞാൻ പ്രിന്റ് ചെയ്യുന്നത് പ്രിന്റ് ദ കോസ്റ്റ് ഈസ് ഡോളർ പ്രൈസ് എന്ന് എഴുതി. ഓക്കെ, പ്രിന്റിന് 2 T ഉണ്ട്, ഒരു T മതി. ഓക്കെ, നൗ യു ക്യാൻ കം ടു യുവർ മെയിൻ ഡോട്ട് ഡാറ്റ്. ആൻഡ് ഇവിടെ വന്നിട്ട് നോക്കുക. ഇപ്പോൾ നമ്മൾ ടെസ്ലയുടെ ഇൻസ്റ്റൻസ് ആണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇനി ഞാൻ എന്ത് ചെയ്തു, ഇതിന് പകരം ഞാൻ എന്ത് ചെയ്യാണ്, മോഡൽ 3 എന്ന് പറയുന്ന ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ഉണ്ടാക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് മോഡൽ 3 ആൻഡ് M1 കൊടുക്കുകയാണ്. ആൻഡ് ഐ ക്യാൻ റിമൂവ് ഓൾ ദീസ് തിങ്സ്. നൗ ഈ M3ക്ക് M1ന് എന്ത് ചെയ്യാൻ പറ്റും, M1ന് അതിന്റെ പാരന്റ് ക്ലാസ് ആയ ടെസ്ലയിൽ നിന്നുള്ള പ്രോപ്പർട്ടീസും മെത്തേഡ്സും ആക്സസ് ചെയ്യാം. ഓൾസോ അതിൻ്റെയും ഈ ടെസ്ല ക്ലാസിന്റെ പാരന്റ് ആയിട്ടുള്ള കാർ ക്ലാസിന്റെ പ്രോപ്പർട്ടീസും മെത്തേഡ്സും ആർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന മോഡൽ ക്ലാസ്സിലെ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, M1 ഡോട്ട് നെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എ ടെസ്ല. ഓക്കെ, M1 ഡോട്ട് കളർ എന്ന് പറഞ്ഞിട്ട് ഐ ക്യാൻ സെറ്റ് എ കളർ ആസ് റെഡ് എന്ന് സെറ്റ് ചെയ്തു. ദെൻ ഒബ്വിയസ്ലി യു ഹാവ് M1 ഡോട്ട് പ്രൈസ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാനിവിടെ പ്രൈസ് ഈസ് ആക്ച്വലി നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് എന്തായിരുന്നു, പ്രൈസ് എന്ന് പറയുന്നത് വാട്ട് ഈസ് എ പ്രൈസ്. ഓക്കെ, ദാറ്റ് ഈസ് നമ്മളിവിടെ സ്ട്രിങ് കാര്യമാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എന്ത് ചെയ്തു, $90K എന്ന് കൊടുത്തു. ഓക്കെ, ആൻഡ് ഈ ഡോളർ സിമ്പിൾ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു യൂസ് എസ്കേപ്പ് ക്യാരക്ടേഴ്സ് ആൻഡ് ഡോളർ. ഓക്കെ, ആൻഡ് പുട്ട് എ സെമിക്കോളൻ ഹിയർ. ഇനി നമുക്ക് എന്തുണ്ട്, M1 ഡോട്ട് ഡിസ്പ്ലേ ഡീറ്റെയിൽസ് എവിടെയുള്ളതാണ്, ടെസ്ല ഒബ്ജക്റ്റിലാണ്. M1 ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന വേറൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, നോ, ഇവിടെ നമ്മൾ എഴുതിയ ഡീറ്റെയിൽസ് എന്താ, കാർ പ്രൈസ് ആണ്. ഇറ്റ്സ് നോട്ട് ഡിസ്പ്ലേ, ഇറ്റ്സ് ആക്ച്വലി കാർ പ്രൈസ്. ഓക്കെ, ഇത് ഡിഫറെൻറ്റ്, ഇതിൻ്റെ ഒന്ന് തൊട്ട് മുകളിലുള്ള പാരന്റ് കിടക്കുന്നതാണ്, വേറൊന്ന് അതിൻ്റെയും പാരന്റിൽ കിടക്കുന്നതാണ്. ഇതെല്ലാം ആർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, ഏറ്റവും ലോവർ ലെവലിൽ കിടക്കുന്ന ഒബ്ജക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സൂപ്പർ ക്ലാസ്സുകളിലെ പ്രോപ്പർട്ടികളെ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഞാൻ അതൊന്ന് റൺ ചെയ്യാം. ഇവിടെ വന്നിട്ട് നമ്മൾ ഒന്നുകൂടി റൺ ചെയ്യാണ്. നൗ യു ക്യാൻ സീ കാർ ഈസ് ടെസ്ല, കളർ ഈസ് റെഡ്, ദ കോസ്റ്റ് ഈസ് 90K എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ത് ചെയ്യുന്നത് നമ്മൾ
ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ളത് ഇതിനകത്ത് എന്തുണ്ട്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഇവിടെ ഇല്ല, പക്ഷെ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്, അപ്പോൾ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഹൈറാർക്കി, ഒരു ഹൈറാർക്കി ഉണ്ടായിരിക്കും. ഹൈറാർക്കി, ഓക്കെ. അതായത് ഒരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്, യു ഹാവ് എ ക്ലാസ് കോൾഡ് ഷേപ്പ് എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ എന്തുണ്ട്, നമുക്ക് എന്തൊക്കെ വേണം, അതിനകത്ത് ഡയമീറ്റർ 1 വേണം, ഡയമീറ്റർ 2 വേണം എന്ന് വയ്ക്കുക. അപ്പോൾ ഞാൻ ഡയമീറ്റർ ആണ്, നമുക്ക് ഡബിളിൽ എടുക്കാം. ഡബിൾ ഡയമീറ്റർ 1, ദെൻ ഡബിൾ ഡയമീറ്റർ 2, 2 വാല്യൂ, ആൻഡ് പുട്ട് എ നൾ ഓപ്പറേറ്റർ ഹിയർ. ഓക്കെ, ദെൻ ഈ ഷേപ്പ് ക്ലാസ് റെക്റ്റാങ്കിൾ എക്സ്റ്റെൻസ് ഫ്രം ഷേപ്പ് ക്ലാസ്. ഓക്കെ, ഇവിടെ നമ്മളൊരു മെത്തേഡ് ഉണ്ട്, അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, ഡബിൾ ഏരിയ എന്ന് പറഞ്ഞൊരു മെത്തേഡ് എഴുതി. ദെൻ ദിസ് തിങ് ഇസ് ആക്ച്വലി എന്ത് ചെയ്യണം, ഇതാണ് നമ്മളുടെ ഏരിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതേപോലെ ഞാൻ എന്ത് ചെയ്യാണ്, ക്ലാസ് ട്രയാങ്കിൾ എക്സ്റ്റെൻസ് ഷേപ്പ് ക്ലാസ്. ഓക്കെ, നൗ യു ക്യാൻ ഹാവ് അനദർ മെത്തേഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഇവിടെ മെത്തേഡ് എഴുതി. ആൻഡ് ദാറ്റ് തിങ് ഈസ് റിട്ടേൺ ദിസ് തിങ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഏരിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഈ ട്രയാങ്കിളിന്റെ പാരന്റ് ക്ലാസ്സും ഷേപ്പാണ്, ഈ റെക്ടാങ്കിളിന്റെ പാരന്റ് ക്ലാസ്സും എന്താണ്, ഷേപ്പ് എന്നുള്ള ക്ലാസ് ആണ്. ദാറ്റ് മീൻസ് ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും, ഷേപ്പിന് 2 ചൈൽഡ് ഉണ്ട്, ഒന്ന് റെക്ടാങ്കിളും വേറൊന്ന് ട്രയാങ്കിളും. ഇത്തരത്തിലുള്ള ഇൻഹെറിറ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസിന്റെ ഇംപ്ലിമെന്റേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് എന്തില്ല, നമ്മൾ ഡാറ്റ എന്തില്ല, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്തില്ല, നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല. അതായത് ഡാറ്റ വോണ്ട് സപ്പോർട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഹെറിറ്റൻസ് അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ.